ദിവസമാണ് നടൻ വിനായകൻ തന്റെ ഫ്ളാറ്റിൽ നിന്നുകൊണ്ട് നഗ്നതാ പ്രദർശനം നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. കൊള്ളാം, കൊള്ളാം, എന്താ പേര്? ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഭ്യം പറയുന്നതിന്റെയും ഉടുത്തിരുന്ന വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിന്റെയും വീഡിയോ ആണ് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ആണല്ലോ. കുടുംബത്തിൽ പറഞ്ഞവനെ നിനക്ക് കിട്ടിയൊന്നും പോരെ. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നടനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത്. വിനായകനെതിരെ പരാതികളൊന്നും ലഭിച്ചില്ലെന്നും പരാതി ലഭിച്ചാൽ കേസെടുക്കുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് വീഡിയോ വൈറലായതിനു പിന്നാലെ പ്രതികരിച്ചത്. നടൻ നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്തു നിന്ന് എതിർഭാഗത്തേക്ക് നോക്കി അസഭ്യവാക്കുകൾ തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ഇതിനു പിന്നാലെ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു പോവുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ പറയുക? നിലത്ത് വീണുപോകുന്ന നടൻ അവിടെ കിടന്നും അസഭ്യവാക്കുകൾ പറയുന്നുണ്ട്. ഇവനൊക്കെ എവിടുന്ന് വരുന്ന കഴിവുണ്ടായിട്ടും യാതൊരു കാര്യവുമില്ല. പൊതുസമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ലെങ്കിൽ എന്ത് കാര്യമെന്ന തലക്കെട്ടുകളോട് കൂടിയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. തെണ്ടിത്തരം കയ്യിലുണ്ടെങ്കിലും കുട്ടി കരുതുന്ന പോലെ അത്ര തെണ്ടിയല്ല ഇവൻ. ബീപ് സൗണ്ട് അല്ലാതെ രക്ഷയില്ല. ഇജാതി അവസ്ഥ. വിനായകൻ ഒരു പൊതു ശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഒരു നടനൊക്കെ തന്റെ ആരാധകരെ കാണുമ്പോൾ ബാൽക്കണിയിൽ വന്ന് കൈപൊക്കി കാണിക്കുകയാണ് പതിവ്. അവിടെയാണ് വിനായകൻ എന്ന നടൻ വ്യത്യസ്തനാകുന്നത്. വിനായകൻ സ്പെഷ്യൽ റാപ്പ് സോങ്ങും തുടങ്ങിയ കമന്റുകളും നിരവധി. നേരത്തെയും പലതവണ വിനായകൻ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞുവെച്ചതിന് തറയിലിരുന്ന് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഭാര്യയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വിനായകൻ തന്നെ വിളിച്ചു വരുത്തിയ പോലീസിനെ സ്റ്റേഷനിൽ പിന്തുടർന്നെത്തി ബഹളമുണ്ടാക്കിയതിന് കേസെടുത്തിരുന്നു. അടുത്തിടെ ഗോവയിൽ ഒരു കടയിൽ വഴക്കുണ്ടാക്കുന്ന വിനായകന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഓരോരുത്തർക്കും ഓരോ വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കത്തിയതോടെ നടൻ തന്നെ നേരിട്ട് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ചർച്ചകൾ തുടരട്ടെ. നടൻ വിനായകൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണ് ഇത്. അതേസമയം വിനായകൻ സഭ്യതയുടെ അതിർവരമ്പ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ വീഡിയോ പലരും കമന്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലെ താരം സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണന്റെ കമന്റും ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ഇന്നെനിക്ക് മനസ്സിലായി, അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ല. വിനായകൻ കാണിച്ചത് വളരെ മോശമാണ്. അയാൾക്ക് കൗൺസിലിംഗ്, ആൽക്കഹോൾ ഡി അഡിക്ഷൻ, മെന്റൽ ഡിസീസ് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്. ഫ്രം ആറാട്ടണ്ണൻ എന്നാണ് സന്തോഷ് വർക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണോ ഇല്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. ഇതിന് താഴെ ബസ് സ്റ്റാളാണ് പറയുന്നത്. അണ്ണനെ കാണിക്കുന്ന സ്ഥലത്ത് കാണിച്ചാൽ ഡിസ്കൗണ്ട് കിട്ടും തുടങ്ങിയ കമന്റുകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ഏതായാലും വാഴ നനയുമ്പോൾ ചീര എന്ന പോലെ വിനായകന്റെ വകയിൽ ആറാട്ടണ്ണനും ഇപ്പോൾ എയറിലാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. ആ പറഞ്ഞവനെയും അവന്റെ തന്തയെയും അവന്മാരുടെയൊക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും എന്റെ ഉണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? വിനായകൻ മാപ്പ് പറഞ്ഞെങ്കിലും ആ പോസ്റ്റിലെ അവസാന വരി ചർച്ച തുടരട്ടെ എന്നാണ്. വിനായകന്റെ വീഡിയോയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചർച്ചകൾ തുടരുകയാണ്. വിനായകന്റെ വീഡിയോ പങ്കുവച്ച് പലരും തങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. പലപ്പോഴും നിറത്തിന്റെയും ജാതിയുടെയും പ്രശ്നങ്ങൾ ചർച്ചയാക്കിയ വിനായകൻ അത് തന്നെ പ്രിവിലേജായി കാണുന്നു എന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ചോദ്യം. എന്നാൽ വിനായകന് ആൽക്കഹോളിസത്തിനടക്കം അടിയന്തരമായി ചികിത്സ പോലും വേണമെന്ന് വാദിക്കുന്ന പോസ്റ്റുകളും കാണപ്പെടുന്നുണ്ട്. ഒരു കൈവതം ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്.